ചൈനയ്ക്ക് സ്വാഗതം ചെയ്ത് വീണ്ടും അറബ് രാജ്യങ്ങൾ. അവർക്ക് സൈനിക താവളം ഒരുക്കാനും സൈനിക ബേസ് നിർമ്മിക്കാനും സ്ഥലങ്ങൾ വിട്ടു നൽകുമെന്നാണ് അറബ് രാജ്യങ്ങളുടെ തീരുമാനം. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില അറബ് പത്രങ്ങൾ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ചില ഹെഡിങ്ങിൽ കാണുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ എതിർപ്പ് കാര്യമാക്കുന്നില്ല, ചൈനയും നമ്മുടെ സഹോദര രാജ്യമാണ്, അവരുടെ സംരക്ഷണം അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിന് വലിയ രീതിയിൽ ഗുണങ്ങളുണ്ടാവും. രാഷ്ട്രീയമായ രീതിയിൽ വലിയ മെച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ടുള്ള സൗഹൃദം വലിയ പങ്കാളിത്തം വഹിക്കും. ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല, ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നവരാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. റഷ്യയുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അമേരിക്കയെ പോലെ അത്ര ബന്ധമുണ്ടായിട്ടില്ല. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ കാലത്തും ഞങ്ങൾ അമേരിക്കയെ 100% വിശ്വസിച്ചു. പക്ഷേ അവരുടെ വിശ്വാസത്തിലൊക്കെ ഇളക്കം പറ്റിയിട്ടുണ്ട്. പ്രതീക്ഷിച്ച രീതിയിലുള്ള സഹായങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് അമേരിക്ക നോക്കി നിന്നു, കയ്യും കെട്ടി നോക്കി നിന്നു എന്നാണ് പറയുന്നത്. ഇത് ആവർത്തിക്കില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇസ്രായേൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങളുടെ ശത്രു രാജ്യം തന്നെയാണ്. അവർ പല രീതിയിലും പല സാഹചര്യത്തിലും തങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്, ആക്രമണം നടത്താറുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 10ലധികം മുസ്ലിം രാജ്യങ്ങളെ ഇസ്രായേൽ പലതരത്തിലും ആക്രമിക്കുകയും പല രീതിയിലുള്ള വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും നൂറുകണക്കിന് ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഫലസ്തീനിലേക്ക്. ഗസ എന്ന് പറയുന്നത് അവരുടെ ദേശമാണ്, ഫലസ്തീൻ എന്ന് പറയുന്നത് അവരുടെ ഭൂപ്രദേശമാണ്. അവിടെയാണ്, ഫലസ്തീൻ്റെ മണ്ണിലാണ് ഇസ്രായേൽ രാജ്യം തന്നെ സ്ഥാപിച്ചത്. എന്നിട്ട് ഇപ്പോൾ ഫലസ്തീനുകളെ ആട്ടിത്തെളിക്കുന്നു, ആട്ടി ഓടിക്കുന്നു. അങ്ങനത്തെ വളരെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് അത് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് എല്ലാ കാലത്തും അമേരിക്കയുടെ പിന്നാമ്പുറം പ്രവർത്തിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരുടെ നിലപാടുകളുടെയും അവരുടെ അഭിപ്രായങ്ങൾക്കും മാത്രം പിന്തുണ നൽകുക, ആ സമീപന നിലപാട് ഞങ്ങൾ മാറ്റം വരുത്തിയിരിക്കുന്നു. പ്രത്യശാസ്ത്ര വിരുദ്ധത ഞങ്ങൾക്കുണ്ടായിരുന്നു കമ്മ്യൂണിസവുമായിട്ട്. ആശയപരമായും ആദർശപരമായും അടിസ്ഥാനപരമായും വ്യത്യസ്തമാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും. ഇത് ഒന്നിച്ച് നീങ്ങുക എന്നത് വലിയ പ്രയാസമാണ്. പക്ഷേ രാഷ്ട്രീയപരമായ രീതിയിൽ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് വിരോധമില്ല. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ചൈനയെ സ്വീകരിക്കുന്നത് എന്ന് ചുരുക്കം. എന്താണ് അറബ് രാജ്യങ്ങൾക്ക് ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാവാൻ പൊടുന്നതിനെ സാധ്യമാക്കിയത് എന്നതും വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നതാണ്. അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അമേരിക്കയുടെ ഇറാൻ്റെ ആക്രമണം. അതൊരു അനാവശ്യമായിരിക്കുന്ന ഇടപെടലാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, അത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. സ്വാഭാവികം, രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചടിക്കുക എന്നുള്ളത് ഏത് രാജ്യം ചെയ്യുന്നതാണ്, അത് ഇറാനും ചെയ്തു. നമ്മൾക്കതിൽ പരാതിയൊന്നുമില്ല, അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. രാജ്യം തമ്മിൽ ഓക്കെ. അതിൽ എന്താണ് അമേരിക്കക്ക് റോള്? അമേരിക്ക എന്തിന് ഇറാനെ ആക്രമിച്ചു? അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഇസ്രായേൽ തകരുകയാണ്, ഇസ്രായേൽ പരാജയപ്പെടുകയാണ് എന്ന് തോന്നിയ സമയത്ത് ഇസ്രായേലിന് ഉയർച്ച നൽകാൻ വേണ്ടിയിട്ട് ഇറാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തെളിയിക്കുകയാണ് അമേരിക്ക ചെയ്തത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ലെബനാനെ ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട്, സിറിയ ആക്രമിക്കുന്നുണ്ട്, ഇതിനു മുൻപ് ഈജിപ്തിനെ ആക്രമിച്ചിരുന്നു. അങ്ങനെ പല മുസ്ലിം രാജ്യങ്ങളെയും പല ഘട്ടങ്ങളിൽ ആക്രമിച്ചിട്ടുണ്ട്. ഫലസ്തീൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പാലസ്തീനിൽ മരിച്ചു പോയിരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ ഏത് സഭക്കാണ്, അതായത് UN സഭയാണ് ഉദ്ദേശിച്ചത്, ഏത് സഭക്കാണ് അത് പറയാൻ വേണ്ടി സാധിക്കുക? ഏത് രാജ്യത്തിലാണ് പറയുക? ആ ഫലസ്തീനുള്ള സർക്കാരിന് പോലും കൃത്യമായ രീതിയിൽ എണ്ണം പറയാൻ വേണ്ടി സാധിക്കാത്ത അത്ര ജനങ്ങളെ അവിടെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. എന്താ വിഷയം? ഫലസ്തീൻ എന്ന് പറയുന്നത് ഫലസ്തീനികളുടെ ദേശമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് വന്നുകൂടിയവരാണ്. അവർക്ക് അഭയം നൽകുകയാണ് ഫലസ്തീൻ ചെയ്തത്. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനുള്ള ശിക്ഷ അവരിപ്പോഴും അനുഭവിക്കുന്നു. 70,000-ഓളം ഫലസ്തീനികളെ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ കൊന്നു. എന്നിട്ടും അമേരിക്ക അവർക്ക് ആയുധം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്തിനാ ആയുധം നൽകുന്നത്? ഫലസ്തീനുകളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് ക്ലിയർ ആണല്ലോ, വ്യക്തമാണല്ലോ. അങ്ങനെ അതും ഞങ്ങൾ ക്ഷമിച്ചു, അത് ഞങ്ങൾ സഹിച്ചു, ഞങ്ങൾ അതിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. കാരണം അമേരിക്കയോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ അമേരിക്ക ഞങ്ങളുടെ നിലപാടിനെ ചെവി കൊണ്ടതുപോലുമില്ല. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പല തവണ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ജോർജ് ബുഷിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ സംസ്കാരമാണ് മെസോപ്പൊട്ടോമിയ,
അത് ഇറാഖിൻ്റെ ഏറ്റവും സുവർണ്ണ മേഖലയായിട്ട് മേഖലയിലാണുള്ളത്. അതിന് നേരെ നിങ്ങൾ വെടിവെക്കാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. മാനവ സംസ്കാരം, അറേബ്യൻ സംസ്കാരം, മുസ്ലിം സംസ്കാരം അതിൻ്റെ ഈറ്റില്യമായിരിക്കുന്ന ഭൂമികയാണ് ഈ ബാഗ്ദാദിലെ മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കീഴടക്കാൻ പാടില്ല. പകരം നഷ്ടപരിഹാര സംബന്ധമായ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, പക്ഷെ അത് ചെവിക്കൊണ്ടില്ല. അപ്പോൾ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലും പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തെല്ലാം ഞങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും അവരൊരു കാലത്തും അംഗീകരിച്ചിട്ടില്ല എന്ന് ചുരുക്കം. അങ്ങനെ വരുന്ന സമയത്താണ് പിന്നീടും കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഖത്തറിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ വിഷയം. ഏറ്റവും വലിയ അറേബ്യൻ മേഖല ഏറ്റവും വലിയ എയർബേസ്, അമേരിക്കയുടെ എയർബേസ് പ്രവർത്തിക്കുന്നത് ഖത്തറിലാണ്. ഈ ഖത്തറിൽ അമേരിക്കയുടെ എയർബേസ് പ്രവർത്തിക്കുന്ന സമയത്ത് എന്തേ അവരതിനെ പ്രതിരോധിക്കാതിരുന്നു? എന്തേ റഡാർ സംവിധാനത്തിൽ അത് പിടിച്ചെടുക്കാൻ സാധിക്കാതെ വന്നു? അല്ലെങ്കിൽ അമേരിക്ക അറിയാത്ത രീതിയിലാണ് ഇസ്രായേൽ ആക്രമിച്ചത്? ഈ ചോദ്യത്തിനൊന്നും ഇപ്പോഴും ഉത്തരമില്ല. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് കാണുന്നത് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നിന്നല്ല ആക്രമണം ഉണ്ടായത്, ഖത്തറിൻ്റെ എയർപോർട്ടിൽ നിന്ന്, ഖത്തറിലുള്ള അമേരിക്കയുടെ എയർപോർട്ടിൽ നിന്ന് ഖത്തറിനെ ആക്രമിച്ചു എന്ന് വെച്ചാൽ ഖത്തറിൽ നിന്ന് ഖത്തറിനെ ആക്രമിച്ചു എന്ന് ചുരുക്കം. ഈ ഒരു രീതിയിലേക്ക് ഈ അവസ്ഥ മാറുന്ന സമയത്ത് എങ്ങനെയാണ് അമേരിക്ക വിശ്വസിക്കാൻ പറ്റുക? കുറച്ചുകൂടി മെച്ചപ്പെട്ട രാജ്യമായിട്ട് ചൈനയെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ചൈനയ്ക്ക് ഞങ്ങൾക്ക് ആതിഥ്യം വഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അവർക്ക് വിശാലമായിരിക്കുന്ന സൗകര്യങ്ങൾ നൽകുകയും അവരെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഏതുപോലെ അമേരിക്ക സ്വീകരിച്ച പോലെ തന്നെ. അതിൻ്റെ തുടക്കം ഒമാനാണ് പ്രഖ്യാപിച്ചത്. അത് ജിദ്ദയിൽ നടന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി പങ്കെടുത്ത വളരെ പ്രാധാന്യമുള്ള ഉച്ചകോടി ജിദ്ദയിൽ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിൽ നിന്ന് ഈ ഒരു കാര്യം ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് പുറത്തു വന്നത്. സുരക്ഷയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് എല്ലാ കാലത്തും നിങ്ങൾ അമേരിക്കയെ ആശ്രയിക്കുന്നത് ശരിയല്ല, അത് തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണ്. നിങ്ങളെയും കൊണ്ടേ അവർ പോകൂ. അതായത് ശത്രുവിനെയാണ് നിങ്ങൾ പാല് കൊടുത്ത് വളർത്തുന്നത്, നിങ്ങളുടെ മടിയിൽ ശത്രുവുണ്ട്, നിങ്ങളുടെ മുറ്റത്തെത്തിയിരിക്കുന്നു അവരെന്ന് മറ്റൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു മുസ്ലിം രാജ്യത്തിന് അങ്ങനെ സാധിച്ചുള്ളൂ. അമേരിക്ക പ്രതിരോധിച്ച് അമേരിക്കയുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം രാജ്യത്തിനൊന്നും സാധിച്ചോളണമെന്നില്ല. കാരണം ആയുധപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക മുസ്ലിം രാജ്യങ്ങളോട് ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ്. അതിനെ അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് സഹായം നൽകിയത് റഷ്യയും ചൈനയാണ് എന്ന് നമുക്കറിയാവുന്നതുമാണ്. അപ്പോൾ ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്കയുടെ എതിർപ്പ് കാര്യമാക്കുന്നില്ല, പ്രത്യയശാസ്ത്ര വിരുദ്ധത കാര്യമാക്കുന്നില്ല, സംരക്ഷണവും സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചൈനയുടെ സഹായം ഞങ്ങൾ കൂടിയേ തീരൂ. അതുകൊണ്ട് ഒമാൻ അന്ന് പ്രഖ്യാപിച്ചു അമേരിക്കക്ക് ചൈനയ്ക്ക് വേണ്ടിയിട്ട് സൈനിക ബേസുകൾ ഉണ്ടാക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും സൈനികരുടെ ബേസ് ഉണ്ടാക്കുകയും അതിപ്പോൾ ഒമാനിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. UAEക്കും ഖത്തറിനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതിനോട് ഇപ്പോൾ വലിയ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ എങ്ങനെ എന്നതിനെക്കുറിച്ച് തീരുമാനം മാത്രമാണ് ഇനി വരാനുള്ളത്. റഷ്യയോടും ചൈനയോടും ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ തീരുമാനിച്ച കാര്യമാണ്. അതിന് അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആവർത്തിച്ചുകൊണ്ട് ട്രംപ് പറയുന്നത് നടപ്പിലാക്കണം. അതിൽ വിഷയങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് മരവിപ്പിക്കാവുന്നതാണ്, അല്ല മാറ്റത്തിരുത്തുകൾ വരുത്താൻ അതിനൊന്നും വിഷയമല്ല. ഈ കരാർ വ്യവസ്ഥ എന്ന് പറയുന്ന സമയത്തുള്ള വിഷയം, രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ വ്യവസ്ഥ 10-20 വർഷത്തേക്കൊന്നല്ല, 100-150 വർഷത്തേക്കൊക്കെയാണ് ഉണ്ടാക്കുക. അത് ആ കാര്യം പ്രകടമായത് ഇറാഖിൽ നിന്ന് അമേരിക്കയുടെ സൈനികരോട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനാണ് അന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ബൈഡൻ പറഞ്ഞ മറുപടിയാണ്, കരാർ വ്യവസ്ഥ അവസാനിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കരാർ വ്യവസ്ഥ എത്ര വർഷത്തേക്കാണ് എന്ന് പോലും തിട്ടപ്പെടുത്തിയിട്ടില്ല. ചില റിപ്പോർട്ടിനകത്ത് 99 വർഷം എന്നൊക്കെയാണ് പറയുന്നത്, ചില റിപ്പോർട്ടിനകത്ത് 125 വർഷം എന്നും പറയുന്നു. 2500 സൈനികരും അതിൻ്റെ സാമഗ്രികളും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ ബേസുകളും ഇറാഖിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഇറാഖിൽ നിന്നാണ് ഇറാൻ്റെ സൈനിക കമാൻഡറെ ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്നുകൊണ്ട് ബോംബെറിഞ്ഞ് അമേരിക്കയും ഇസ്രായേലും കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, അത് ലൈവായിട്ട് എനിക്ക് കാണണമെന്ന് ട്രംപ് പറഞ്ഞു. അന്ന് അത് കുറച്ച് വർഷം മുമ്പാണ്, അന്നും ട്രംപായിരുന്നു പ്രസിഡന്റ്. അപ്പം ലൈവായ രീതിയിൽ ഒരു മനുഷ്യനെ, അതായത് ഒരു രാജ്യത്തിൻ്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തുന്നത്
ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ലൈവായി നോക്കി നിന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത അവരുടെ മനസ്സിൻ്റെ കഠോരമായിരിക്കുന്ന ചിന്ത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രകടമാക്കിയതായിരുന്നു ഖാസിം സുലൈമാനിയുടെ വധം. അപ്പോൾ ഇപ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കയുടെ എതിർപ്പ് കാര്യമാക്കുന്നില്ല, ചൈനക്ക് സൈനിക താവളം നൽകുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അമേരിക്കക്കെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ചൈനയുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.